എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഈടെ കിട്ടണം. കളിക്കോ? ഹായ്. അപ്പൊ അങ്ങനെ ഇന്ന് നമ്മള് വീട്ടിലേക്ക് പോവതിന് കുറെ ദിവസമായി നമ്മളെല്ലാരും ഇങ്ങനെ ഇത്ര ദിവസമായിട്ട് വീട് കൂട്ടിയിട്ട് നിന്നിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ ഏച്ചിമാരെല്ലാരും ഉണ്ട്, എന്നാലും നമ്മള് ഇത്ര ദിവസം ഇങ്ങനെ നിന്നിട്ടില്ല. പക്ഷെ വീട് പരിസരമെല്ലാം അതെ എല്ലാം കാണാനും ഓർമ്മയായി പോയി. പിന്നെ നമ്മളെ മിന്നു പൂച്ചയുണ്ട്, ഓളും പ്രസവിച്ചിട്ടുണ്ട്. ഓളെ നോക്കാൻ വേണ്ടിട്ട് ചേച്ചിനെ ഏൽപ്പിച്ചിന്. അതെ മീനെല്ലാം നമ്മള് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മള് വീട്ടിലേക്ക് പോവല്ലേ. അപ്പോൾ ഇന്ന് നമ്മള് കോഴിക്കോടിലാണ് ഉള്ളത്. കോഴിക്കോട് നമ്മള് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരാഴ്ച നിൽക്കാച്ചിട്ടാണ് വന്നിന്. അപ്പോൾ 10 ദിവസമായി ഇന്നേക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ മെയിനായിട്ട് വരാൻ കാരണം എനിക്ക് നടുവേദനൻ്റെ ഒരു ഭയങ്കര പെയിൻ ഉള്ളത് കൊണ്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയിക്കൂടുമെന്നല്ല ചോദിച്ചതുകൊണ്ട് പിന്നെ ഇങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ പിന്നെ പ്രസവിച്ചെല്ലാം കൊണ്ട് അതിൻ്റെ കൂടെ അങ്ങ് അതും ആവുമല്ല. അപ്പോൾ അങ്ങനെ വന്നു ഒരാഴ്ച നിൽക്കാമെന്ന് വിചാരിച്ച് 10-12 ദിവസമായി. അപ്പോൾ എല്ലാം കൂടി ഇന്നലെ 2 ദിവസമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടി മാറിയിട്ടുണ്ട്. ധാര, കിഴിവെക്കൽ, ഫുൾ ഓഹോ ഞാൻ കുഴപ്പമോ ഏട്ടൻ കളിക്കാൻ പോയിട്ടാവില്ലേ. അപ്പോൾ കിഴിവെക്കൽ, പിന്നെ സ്റ്റീം ഇതിൻ്റെ അകത്ത് ഇരിക്കൽ, അതെല്ലാം പരിപാടി ഇന്നും കൂടി ലാസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മടങ്ങാം. അപ്പോൾ അതെല്ലാം ഞാൻ ഇങ്ങനെ ഇതിൽ നോക്കലാന്ന്. അപ്പോൾ ഇന്ന് ഞാനും അതിൻ്റെ അകത്ത് ഇരിക്കാൻ പോയിന്. പിന്നെ എന്ന് പറഞ്ഞാല് നമ്മളെ എവിടെയും വീട് വിട്ടിട്ട് ഇത്രപ്പാട് ദിവസം നമ്മള് പോയി നിന്നിട്ടില്ല. മോള് പറഞ്ഞ ശരി തന്നെയാണ്. പിന്നെ നമ്മള് ഇവിടെ വന്നു ഇത്ര ദിവസം നിൽക്കുന്നു ഒന്നും നമ്മള് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ദിവസം പോയതോ ആഴ്ച പോയതോ ഒന്നും നമുക്ക് അറിയേയില്ല. അങ്ങനെ നമ്മള് ഇവിടെ എല്ലാരും നമ്മളെ നല്ല എന്നാ പറയണ്ട, ഇപ്പൊ അവരെ വിട്ടിട്ട് പോകുമ്പോ ഒരു വിഷമമുണ്ട്. നമ്മളെ കൂടെ നല്ല വീട്ടിലെ ആള് പോലെ തന്നെ നമ്മളെ കൂടെ ഒരു മെരുകി പോയി. ഡോക്ടറായാലും ഇവിടെയുള്ള എല്ലാരും. അതെ. അപ്പൊ അവര് എന്ന് പറഞ്ഞാല് അവര് വന്ന് നമ്മളെ അവിടെ ഉള്ള ആ ഒരു ഇതുകൊണ്ട് നമ്മളിപ്പോ നമ്മളെ വീട്ടിലല്ല, നമ്മളെ വീട്ടിലാ ഉള്ളതെന്നുള്ള വിചാരത്തിലാ ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത്. ഇനിയിപ്പൊ നമ്മള് പോകാൻ വിചാരിക്കുമ്പോ തന്നെ നമ്മക്ക് ഒരിക്കൽ പോയാ മതി എന്നല്ലേ വിചാരിക്കുക. അതിപ്പോ അങ്ങനെ തോന്നില്ല നമുക്ക്, പോണല്ലോ എന്നുള്ള അങ്ങനെ ഒരു ഇത്. എന്നാലും ഇന്നിപ്പം നമുക്ക് ഏതായാലും വന്ന് ഇത്രയും ദിവസം നമ്മൾ നിന്ന് നമ്മള് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഇത്രയും ദിവസം ചെയ്തു. ഇന്നിപ്പോ എന്തെല്ലോ മാറ്റങ്ങളാന്നല്ലേ, ഇന്നിപ്പോ പോകുന്നത് കൊണ്ട് മാറ്റങ്ങളാ. അപ്പോൾ കുട്ടീനെ കുളിപ്പിച്ച് ഉറക്കിയതിന് ഞാൻ കുളിക്കാൻ പോക്കാന്ന്. അപ്പോൾ ഡോക്ടർ എത്തിയിട്ടുണ്ട്, ഫ്രഷ് ഡോക്ടർ. ഹായ്. അപ്പോൾ ഡോക്ടറെ നമ്മള് വീഡിയോ കാണിച്ചിട്ടേ ഇല്ല. ഫ്രഷ് ഡോക്ടറാ വെച്ചാ ഡോക്ടർ അപ്പുറത്തെല്ലാം പോക്കുണ്ടല്ലേ? അതെ അതെ, എല്ലാ സെന്റേഴ്സും കൊച്ചിൻ ട്രിവാൻഡ്രത്തൊക്കെ ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് എല്ലാം വിസിറ്റ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും. ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു ട്രീറ്റ്മെന്റ്സ് ഒക്കെ? അടിപൊളി. ഇത്രയും ദിവസം ഉള്ളതൊക്കെ. ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് ആണ് ഉള്ളത്. ശിരോധാരയും സ്റ്റീമും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് വരുന്നുണ്ട് കേട്ടോ. ഒരാഴ്ച നിക്കാച്ചിട്ടാ വന്നിന്. പിന്നെ പറയല നമ്മളിങ്ങനെ ഒരാഴ്ച വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി. ഓരോ കണക്കുകളുണ്ട്, അതായത് 10 ദിവസം, 14 ദിവസം, 21, 28 അങ്ങനെയുണ്ട്. അപ്പോൾ ബാക്ക് പെയിനും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് കിഴികളും കാര്യങ്ങളൊക്കെ വരെ നമുക്ക് 14 ഡേയ്സിലേക്കായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്നാലും എല്ലാവർക്കും ഒരേപോലെ എല്ലാ ട്രീറ്റ്മെൻറ്റ് വരിക. അത് ഓരോരുത്തരെയും കൺസൾട്ട് ചെയ്ത് അവരെ ഒക്കെ നോക്കും എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ, എന്നിട്ടാണ് ചെയ്യുക. ട്രീറ്റ്മെന്റ് 14, 10, 14, 16 ദിവസം, 21, 28 അങ്ങനെ 5 പാക്കേജ് ആയിട്ടാണ്. സാധാരണ നമ്മൾ വരുന്നതായിരിക്കും അങ്ങനെ തന്നെ. സാധാരണ നമ്മളിങ്ങനെ പ്രസവത്തിനല്ലാണ്ട് വരുന്നുണ്ടല്ലോ. അല്ലല്ല, അവർക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. എല്ലാവരെയും കൺസൾട്ട് ചെയ്തിട്ടാണ് ചെയ്യുക. അതായത് റെജുവിനേഷൻ ട്രീറ്റ്മെന്റ് ഉണ്ട്, പെയിൻ മാനേജ്മെന്റ് ഉണ്ട്, സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ട്, ബ്രൈഡൽ പാക്ക് എല്ലാം ഉണ്ട്. എല്ലാം നോക്കിയിട്ട് മാത്രം. അതായത് ആരെ വേണമെങ്കിലും നമ്മളിപ്പം ഇപ്പം എവിടുന്ന് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ നിന്ന് ആരെയും കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ കറക്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടേ ചെയ്യിക്കാൻ പാടുള്ളൂ. വെറുതെ ആരെയും കൊണ്ട് അങ്ങനെ ചെയ്യിക്കരുത്. നമ്മൾ ശരീരത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളും മസാജും കിഴിയപ്പം ചെയ്യണം, എന്ത് കിഴി കൊടുക്കണം, ഇതൊക്കെ ഓരോരുത്തർക്ക് അനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, കവിതയ്ക്ക് ഇപ്പോൾ നമ്മൾ നാരങ്ങ കിഴി അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നാരങ്ങക്കിഴി, പിന്നെ ഞാവരക്കിഴി, ഇനിയിപ്പം ധാര, സ്റ്റീം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ സ്റ്റീമും ഇതെല്ലാം സ്റ്റീം ഫേഷ്യൽ, എന്നൊരു സ്പെഷ്യൽ ഫേഷ്യൽ ഉണ്ട്. ഇപ്പൊ നല്ലോണം ബ്ലാക്ക് മാർക്സ് ഒക്കെ നല്ല കുറഞ്ഞിട്ടില്ലേ? കുറെ പേര് ചോദിച്ചേട്ടാ ഇങ്ങനെ മുഖം നല്ല മാറ്റം പറ്റി. പിന്നെ ബ്ലാക്ക് കഴുത്ത് നല്ല ബ്ലാക്ക് ആയിരുന്നു വരുമ്പോ.
പോയി. അതെ അതെ. അത് നമ്മളുടെ പ്രസവരക്ഷയ്ക്ക് തന്നെ നമ്മൾ തന്നെ ഓയിലൊക്കെ നമ്മൾ തന്നെ. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്കൊരു പാക്ക് വരുന്നുണ്ട്, ബോഡി പാക്ക്. അതും അപ്ലൈ ചെയ്യും. പിന്നെ നൈറ്റ് യൂസ് ചെയ്യുന്ന ഒരു സെറം ഉണ്ടല്ലോ നമ്മളുടെ തന്നെ, അതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നൊരു ഫേഷ്യൽ ഉണ്ട്, ഇന്നിപ്പോ ഒന്നും കൂടി തിളങ്ങും. ഡോക്ടർ ഇത് എവിടെയെല്ലാം ഉള്ളത്? നമുക്ക് ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട് തന്നെ 2 സെന്ററാണ്. ഉള്ളേരി ഉണ്ട്, പിന്നെ ഒന്ന് നമുക്ക് ഇവിടെ. അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ട്. എല്ലാവരും ഓരോ മണിക്കൂറിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ സെന്ററിലും ഡോക്ടേഴ്സ്. ട്രീറ്റ്മെന്റ് ഇന്ന് കഴിഞ്ഞു, ഇന്ന് ബുദ്ധിമുട്ടുകളുണ്ട്, പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടാവും എല്ലാ ഡോക്ടേഴ്സും. അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേപോലെ അവൈലബിൾ ആയിരിക്കും എല്ലാവർക്കും ട്രീറ്റ്മെന്റ്. നെക്സ്റ്റ് ബേബി നോക്കാം. ഇന്നിപ്പോ നമ്മൾ ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അവരൊക്കെ ഫേഷ്യലാണ്. അപ്പം ഈ പിമ്പിൾസിന്റെ ഇതൊക്കെ വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളിന്ന് മാസ്കും അവരൊക്കെ ഫേഷ്യലും ഒക്കെ നമുക്കത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ സാൻഡിലിന്റെ മാസ്ക് ഉണ്ട്. അത് പ്യുവർ സാൻഡിലാണ്. അത് വെച്ചിട്ടാണ് ഫുൾ ബോഡിയിൽ ഇന്ന് പാക്ക് ഇടുക. ഇത്രയും ദിവസത്തെ പാക്കല്ല, ഇന്ന് സ്പെഷ്യൽ പാക്ക്. അപ്പൊ ബാക്കിയുള്ള ഇത് കഴിഞ്ഞു. സ്റ്റീമാണ്. കവി റെഡി അല്ലേ? ഓപ്പൺ ചെയ്യാനേ. ആരാ? ഇനി ഇതിന്റെ അകത്ത് ഇരുന്ന് വേഗം അങ്ങനെ ചൂട് വരുന്നുണ്ട്. ചൂടായിട്ട് ബാക്കൊക്കെ ഇറ്റി പോകുന്നതാണ്. നമ്മൾ ഈ തുണി വെക്കുന്ന എന്താ വെച്ചാൽ ഈ സ്റ്റീം കൂടുതൽ വേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റീം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് പോയി കഴിയുമ്പോൾ ശരിക്കും വേർക്കില്ല. ഇത് കാണുമ്പോൾ എനിക്ക് 2 സിനിമയിലെ സീനുകളാണ് ഓർമ്മ വരുന്നത്. ഒന്ന് ജഗദീന്റെ ജൂനിയർ മൺട്രാക്കിലാന്ന് തോന്നുന്നു, ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് മൂക്കി നീച്ചി ഇങ്ങനെ പറ്റുന്നേ. പിന്നെ വേറെ ഒന്നുണ്ട്, സ്കോർപ്പിയൻ കിങ് എന്ന പടത്തില് ഒരു സീനുണ്ട് ഇങ്ങനെ. പിന്നെ ഈച്ച, അത് പറയാൻ പറ്റില്ല. നാനി, ഓക്കെ, കിച്ച സുദീപ് ഈച്ച സിനിമയിൽ ഇത് പറ 3 സീനാ ഇങ്ങനെ. എന്തല്ല കളിക്കോ നല്ലുണ്ട് കേട്ടോ ഇത് കാണാൻ. എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഉള്ളില്? ചൂട് കയറുന്നുണ്ട് വേക്ക്. നമ്മളെല്ലായിടത്തെ വീഡിയോയിലും എല്ലാം കണ്ടത് ഇതല്ലേ അവി? ഇങ്ങനെ ഇതിന് പോകുമ്പോൾ തന്നെ ഇതാണ് കണ്ടത്. പക്ഷെ ഇത് ലാസ്റ്റ് ആണല്ലേ? ലാസ്റ്റ് എല്ലാം കഴിയാൻ ലാസ്റ്റ് ദിവസം. ഇത്ര ദിവസം കിഴി കാര്യങ്ങളേനും എല്ലാം ശരീരം ബലപ്പെടുത്തുന്നതല്ലേ, ഇങ്ങനെ കിഴിവെക്കലും കുറേ കിഴികള്. ഇപ്പൊ ലാസ്റ്റ് ദിവസം വന്നിട്ട് ഈ ഒരു ഇത് വൈറ്റ് മുഖം ഇതാകുന്ന നമ്മൾ വൈറ്റും ബ്ലാക്ക് ഒക്കെ എടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇരുള്ളിൽ കൊണ്ടങ്ങ് ഇരുത്തും. പിന്നെ ഇതാണ് അവസ്ഥ. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഈടെ കിട്ടണം. കളിക്കോ? നിങ്ങൾക്ക് ആയിരിക്കെങ്കിലും ഓളോടെന്തെങ്കിലും ദേഷ്യ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓള ഇതുപോലത്തെ ഒരു പരിപാടി കൊണ്ടുവന്നിട്ട് ഇരുള്ളിൽ പൂട്ടിയിടുക. നമുക്ക് എന്ത് പണിയും ചെയ്യാം, എല്ലാം ചെയ്യാം. പിന്നെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഓടിക്കൊള്ളണം. ഇതിനുള്ളതാ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് പൊട്ടിയിലിട്ടിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ മാത്രല്ല കേട്ടോ, നമുക്ക് ശരിക്കും ചൂടാകുന്നുണ്ടല്ലേ എൻ്റെ ഉള്ളിൽ. ഭയങ്കര ചൂടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും അറിയുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ധാര അല്ലേ? ഇത് കഴിഞ്ഞിട്ട് സാൻഡൽ പാക്ക് അപ്ലൈ ചെയ്യും. ബോഡിയിൽ മുഴുവൻ സാൻഡൽ പാക്ക് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ധാര. ഞാൻ ആരാ കേട്ടാ? ഇത് നല്ല രസമായി കേട്ടാ. വേർക്കുന്നുണ്ട്. 15 മിനിറ്റ് ആണ് ഇങ്ങനെ സ്റ്റീമിൽ ഇരുത്താം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ലോണം സ്റ്റീമായി വന്നിട്ടില്ലേ? നന്നായിട്ട് വേർത്തിട്ടില്ലേ? ഓ നല്ലോണം.
സാൻഡൽ ടൈപ്പാണിത്, ബോഡി ബ്രൈറ്റനിങ് ടൈപ്പാണിത്. ഇത് ത്രിഫല കഷായം വെച്ചിട്ട് ഇതാണ് ഞങ്ങൾ ധാര ചെയ്യുന്നത്. ഇത് ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ കൊടുക്കുക. ഈ ധാര ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗുണം ഡിപ്രഷൻ ഉള്ളവർക്ക് നല്ല ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെ ഉറക്കക്കുറവുള്ളവർക്ക്, മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ധാര ചെയ്താൽ നല്ലൊരു സുഖമുണ്ട്. മുമ്പേ ഇങ്ങനെ വിചാരിച്ചിരുന്നു ഒരു 2.5 ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് ഒക്കെ നല്ല വേദന വരുന്ന ശേഷം നമ്മളിങ്ങനെ കിഴിവെക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെ തള്ളി അങ്ങനെ മാറി പോയി. അതിപ്പോൾ ഇങ്ങനെ ഒരു സമയത്തെത്തും നമ്മൾ പ്രസവത്തിൻ്റെ ശുശ്രൂഷേൻ്റെ അപ്പുറത്ത് നമുക്ക് ഈ ഒരു നടുവേനയും അതുപോലെ തന്നെ നമുക്കൊരു കാക്കൊരു നീര് വരുന്നൊരു പരിപാടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഈ നടുവേനയും കാര്യം അല്ലാണ്ട് നമ്മളൊരു പ്രസവ രക്ഷ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ശാരീരികമായിട്ടൊരു സുഖത്തിൻ്റെ അപ്പുറത്ത് അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ ഇതാണ്. അതുപോലെ ഒരു എന്താ പറയുക, അമ്മമാർ ഓട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഈ കുട്ടികളെ നോക്കൽ ഓട്ടേക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ചികിത്സയെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു തടിക്കൊരു എന്താ പറയുക ഒരു ഉണർവ് കിട്ടുമല്ലേ, ആ ഒരു ഇതായിരിക്കുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ദൂരം വന്നിട്ട് എല്ലാം ചെയ്തത്. അത് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഒക്കെ ആദ്യം അത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടി വല്ല ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നിർബന്ധിച്ചിട്ട് നേരം ഇവിടെ വന്നത് ഭയങ്കര സന്തോഷം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ. എന്താ പറയുക, നാളെ പോയാൽ വണ്ടി വലിക്കലേക്ക് വന്നാലും നമ്മൾ വണ്ടി വലിക്കുമെന്നാണ് പറയുക, വീട്ടിലെ പണിയെല്ലാം എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങലായി. എനിക്ക് ഇത് കഴിഞ്ഞ് ഇത് മാറ്റിയിട്ട് വരും. ഇത്ര ദിവസം കുളി കഴിഞ്ഞ് വരുന്നവരെ, ഉറക്കിട്ട് പോയാൽ വരുന്നവരെ എണീക്കാണ്ട് ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് ഇടുന്ന് കാണുന്നുണ്ട് പാല് കുടിക്കാൻ വേണ്ടി. അപ്പോൾ വന്നെടുത്ത് പാലെല്ലാം കൊടുത്തത് എല്ലാം ഉറക്കിയിട്ടുണ്ട്. നമുക്ക് കിടത്താം, എന്നിട്ട് നമുക്ക് എല്ലാം എടുത്ത് വെക്കാമല്ലോ. എല്ലാ സാധനങ്ങളും നമ്മളെ അവിടെ ഇവിടെ എല്ലാം ആയിട്ടും ഉള്ളതാ. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ചാടി എല്ലാം കിടക്കണം, എല്ലാം ഇനി എടുക്കണം. അത്രേ അടിയും തീൻ്റെ അകത്തുണ്ട് 2 ബാഗേ ഉള്ളൂ. പക്ഷെ എല്ലാ സാധനം എടുത്ത് പുറത്തിട്ടുണ്ട്. കുട്ടീൻ്റെ സാധനങ്ങൾ അധികം തേച്ചെടുത്തിട്ട് നമ്മളിതിനോടിന്ന് വീട് പറയുമെന്ന്. നമുക്ക് മോക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാൻ അതിന്റെ ഭാഷയൊന്നും അറിയില്ല പറയാനേ. ആയുർവേദിക് അതെ, ആയുർവേദ ചികിത്സ. അത് എന്താന്നൊന്നും പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അത് എങ്ങനെ ഓക്ക് ഇത്രയും ദിവസം നമ്മൾ വന്ന് നിന്നിട്ട് അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാനുള്ളത്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇപ്പം എനക്കൊന്നും ആവൂല. മക്കളെല്ലാം വന്ന് സഹായിക്കൂ, എന്നാലും അങ്ങനെ എല്ലാവരും മെനക്കെടുണ്ടാ. ഞാനിവിടെ ഓളെ കൂടെ വന്ന് നിന്നിട്ട് ഇതങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ കുഞ്ഞിൻ്റെ കാര്യവും ഓളെ കാര്യവും ചെറുതായിട്ട് എങ്ങനെയെങ്കിലും ഞാൻ കുറേശ്ശെ നോക്കൂ. അപ്പോൾ നമ്മൾ ഇടുന്ന യാത്ര കഴിഞ്ഞ് പോവുകയിന്. ഇനി പുതിയ വിശേഷങ്ങളായിട്ട്, വീട്ടിലെ വിശേഷങ്ങളായിട്ട് കാണാം. നാളെ വരാം. അതെ. അപ്പം ഇന്ന് നേരെ വീട്ടിൽ പോയിട്ട് വേണം നമ്മൾ ആ ഒരു സ്ഥലത്തെത്തുമല്ലേ. അതെ, ഒത്തിരി ദിവസം നമ്മൾ മാറി നിന്നിട്ടേ ഇല്ല. അപ്പം നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം. പുതിയ വിശേഷം, നാട്ടിലെ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെല്ലായിരിക്കും.